ആധുനിക തിരുവിതാംകൂറിൻ്റെ ആദ്യ നവോത്ഥാന നായകനെന്ന് ചരിത്രം രേഖപ്പെടുത്തിയ മഹാനായ വൈകുണ്ഠസ്വാമികളുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുവാൻ തിരുവനന്തപുരം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് VSDP. VSDPയുടെ പ്രധാനപ്പെട്ട ഒരു സമ്മേളനത്തിൽ ഇന്നലെ BJPയുടെ തിരുവനന്തപുരം പാർലമെൻറ്റ് സ്ഥാനാർത്ഥി ശ്രീ കുമ്മനം രാജശേഖരൻ പങ്കെടുത്തുകൊണ്ട് ആ സംഘടനയുടെ നേതാക്കന്മാർക്ക് ശ്രീ വൈകുണ്ഠസ്വാമികളുടെ നാമത്തിൽ നാളിതുവരെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റാമ്പ് ഇറക്കാൻ കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ അത്തരമൊരു സ്റ്റാമ്പ് ഇറക്കി വൈകുണ്ഠസ്വാമികളുടെ ആശയങ്ങൾക്ക് വേണ്ട പിന്തുണ കൊടുക്കുമെന്ന് പറയുകയുണ്ടായി. ഇവിടെയാണ് ശ്രീ വൈകുണ്ഠസ്വാമികൾ ഉയർത്തിയ വിപ്ലവകരമായ മുദ്രാവാക്യങ്ങളും RSS അതിൻ്റെ രൂപീകരണം മുതൽ എന്നും എപ്പോഴും ഇന്നും മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളും തമ്മിൽ എങ്ങനെയാണ് പൊരുത്തപ്പെടുക എന്ന് ആലോചിക്കേണ്ടി വരുന്നത്. നമുക്കറിയാവുന്നതുപോലെ ആധുനിക തിരുവിതാംകൂറിൻ്റെ ചരിത്രത്തിലെ വിപ്ലവകാരികളിൽ വിപ്ലവകാരിയായിരുന്നു 1809 ജനിച്ച് 1851 അന്തരിച്ച ശ്രീ വൈകുണ്ഠസ്വാമികൾ. അദ്ദേഹം കലാപകാരിയായി മാറിയത് അദ്ദേഹം ജനിച്ച നാടാർ സമുദായത്തിലെ ആളുകളോട് അന്നത്തെ തിരുവിതാംകൂർ രാജഭരണമെടുത്ത അനാരോഗ്യകരമായ നിലപാടുകൾക്കെതിരായിരുന്നു. ഞങ്ങളും മറ്റുള്ളവരെ പോലെ മനുഷ്യരാണ്, നാടാർ സമുദായത്തിൽ നിന്ന് ക്രിസ്തീയ സമുദായത്തിലേക്ക് മാറിയവരോട് പോലും രാജഭരണം മാന്യമായി പെരുമാറുമ്പോൾ ഞങ്ങളെ മൃഗതുല്യരായി കാണുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീ വൈകുണ്ഠസ്വാമികൾ സന്യാസി ആയിരിക്കുമ്പോൾ തന്നെ നടത്തിയ കലാപം ചരിത്രത്തിലെ ഏറ്റവും ഗൗരവതരമായ ഒരു ഏടാണ് സൃഷ്ടിച്ചത്. അദ്ദേഹം പറഞ്ഞു, ഈ നാട്ടിൽ 2 ചെകുത്താന്മാരാണുള്ളത്. ഒന്ന് നമ്മുടെ രാജാവെന്ന ചെകുത്താൻ, മറ്റൊന്നോ വെള്ളച്ചെകുത്താന്മാർ. അപ്പോൾ നാട്ടിലെ ചെകുത്താനും വെള്ളക്കാരനായ ചെകുത്താനും ചേർന്ന് ഈ രാജ്യത്തെ ജനങ്ങളെ നശിപ്പിക്കുന്നുവെന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ അതിശക്തമായ സമീപനം 1830കളിൽ എടുത്ത മഹാനായിരുന്നു ശ്രീ വൈകുണ്ഠസ്വാമികൾ. അദ്ദേഹത്തിൻ്റെ പ്രകോപനകരമായ ജനപക്ഷ നിലപാടുകൾ കണ്ടുഭയന്ന് അന്നത്തെ തിരുവിതാംകൂർ രാജാവ് അദ്ദേഹത്തെ 111 ദിവസമാണ് ജയിലിൽ അടച്ചത്. എന്നാൽ ആ ജയിലിൽ നിന്ന് അദ്ദേഹം പുറത്തു വരുമ്പോൾ ആ ജയിലിലെ ഉദ്യോഗസ്ഥനായ മറ്റൊരാൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായി മാറിക്കഴിഞ്ഞിരുന്നു. ആ ആൾ മറ്റാരുമായിരുന്നില്ല, നാരായണ ഗുരുവിൻ്റെയും ചട്ടമ്പി സ്വാമികളുടെയും ഗുരുവായി അറിയപ്പെട്ട തൈക്കാട് അയ്യാവ് എന്ന യോഗീവര്യനായിരുന്നു ശ്രീ വൈകുണ്ഠസ്വാമികളുടെ ശിഷ്യത്വം സ്വീകരിച്ച് പിൽക്കാലത്ത് തിരുവിതാംകൂറിൽ വലിയ നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്. പറഞ്ഞു വന്നത്, തിരുവിതാംകൂറിൻ്റെ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ തുടക്കം കുറിച്ച വൈകുണ്ഠസ്വാമികൾ അദ്ദേഹത്തിൻ്റെ സ്വാധീനത്തിൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായി മാറിയ ശ്രീ അയ്യാവിൻ്റെ ശിക്ഷണത്തിൽ വളർന്നു വന്ന നാരായണ ഗുരുവും ചട്ടമ്പസ്വാമികളുമൊക്കെ കേരളത്തിൽ വലിയ വലിയ ചലനങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇത്തരം ചലനങ്ങൾ ഉയർത്തിയ ആശയങ്ങളോട് പിൽക്കാലത്ത് RSS എടുത്ത സമീപനം വ്യക്തമാക്കുന്നതാണ്. ഏറ്റവും അവസാനം നമ്മുടെ ചരിത്ര പുസ്തകങ്ങളിൽ നിന്ന് കുട്ടികൾക്ക് പഠിക്കാനുള്ള ചരിത്ര പാഠത്തിൽ നിന്നും മാറുമറക്കൽ സമരത്തെ എടുത്തു മാറ്റിയ സംഭവം. കേരള ചരിത്രത്തിലെ അതിനിർണായകമായ പിന്നോക്ക സമുദായക്കാർക്ക് തെരുവിലൂടെ നടക്കുവാനുള്ള അവകാശങ്ങളുമായി ബന്ധപ്പെട്ട സമരങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആരംഭിച്ച ചാന്നാർ ലഹള എന്ന ചരിത്രം രേഖപ്പെടുത്തിയ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം, നാടാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കുവാൻ അവകാശമുണ്ട് എന്ന് പറഞ്ഞ് നടത്തിയ സമരത്തെ അടച്ചാക്രമിക്കുവാൻ അന്നത്തെ ഈ നാട്ടിലെ നായർ പ്രമാണികർ ശ്രമം നടത്തിയപ്പോൾ പിന്നീട് ആ സമരം വൻ വിജയം നേടുകയും അത് പിന്നീട് പിൽക്കാലത്ത് വന്ന നവോത്ഥാന നായകന്മാർക്ക് ഒട്ടേറെ സഹായകരമായ അന്തരീക്ഷം ഉണ്ടാക്കുകയും ചെയ്തു. അത്തരം ഒരു ലഹളയ്ക്ക് യഥാർത്ഥത്തിൽ എല്ലാ അർത്ഥത്തിലും പിന്തുണ നൽകിയത് നമ്മൾ മുമ്പ് വിശേഷിപ്പിച്ച ശ്രീ വൈകുണ്ഠസ്വാമികളാണ്. ചുരുക്കത്തിൽ ആധുനിക തിരുവിതാംകൂറിൻ്റെ രൂപീകരണത്തിൽ അതിനിർണായകമായ പങ്ക് വഹിച്ച വൈകുണ്ഠസ്വാമികൾ ഉയർത്തിയ മുദ്രാവാക്യങ്ങൾക്ക് ഇന്നും പ്രസക്തി ഉണ്ട് എന്നിരിക്കെ അത്തരം മുദ്രാവാക്യങ്ങളോട് എന്നും മുഖം തിരിച്ചു നിന്ന് ചരിത്രമുള്ള RSSകാർ അതുകൊണ്ട് തന്നെയാണ് അവരുടെ അധികാരം ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് ദേശീയ സർക്കാരിൻ്റെ സ്വാധീനത്താൽ കുട്ടികൾക്ക് പഠിക്കുവാനുള്ള ചരിത്ര പുസ്തകങ്ങളിൽ നിന്ന് കേരളത്തിലെ പിടിച്ചു കുലുക്കിയ മാറുമറയ്ക്കൽ സമരവുമായി ബന്ധപ്പെട്ട് ഉള്ള ചരിത്രഭാഗം എടുത്തു മാറ്റിയത്. പറഞ്ഞതിൻ്റെ അർത്ഥം വൈകുണ്ഠസ്വാമികളുടെ പേരിൽ പ്രവർത്തിക്കുന്ന സംഘടനയുടെ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് ശ്രീ കുമ്മനം രാജശേഖരൻ വൈകുണ്ഠസ്വാമികളുടെ ആശയങ്ങളെ നാളെ പ്രചരിപ്പിക്കുവാൻ ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് പറയുമ്പോൾ കാപട്യത്തിൻ്റെ ചരിത്ര നിഷേധത്തിൻ്റെ കേരളത്തിൽ നടന്ന നവോത്ഥാന ചരിത്രത്തെ മുഴുവൻ
അടച്ചാക്ഷേപിക്കുവാൻ വെമ്പുന്ന RSSകാരനെ നിങ്ങൾ ഈ കേരളത്തിലെ ജനങ്ങൾ, വിശിഷ്യ വൈകുണ്ഠസ്വാമികളുടെ പിൻഗാമികൾ വിശ്വാസത്തിലെടുക്കരുത് എന്ന് ഗൗരവതരമായി ഓർക്കേണ്ടതുണ്ട്.